റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ്. ഒന്നാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ അതാണ്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ടവർ ലൊക്കേഷൻ ഉണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, എല്ലാ തെളിവുകളുമുള്ള 1 മുതൽ 3 വരെ പ്രതികൾക്ക് ഏകദേശം 100ഓളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25 വർഷമായി ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ്. അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ ബോധിപ്പിക്കും, അപ്പീൽ പോവും, സംശയമൊന്നുമില്ല. DNA തെളിവുകൾ, അതായത് DNA തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ. അതായത് സുപ്രീം കോടതിൻ്റെ വിധികളൊക്കെ DNA തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്ന്. അപ്പോൾ ആ DNA തെളിവുകൾ പ്രതിഭാഗത്തിന് റിബട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. റിബട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ DNA തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ 124ഓളം വിധിപ്പകർപ്പുകൾ ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ മുമ്പിൽ നിരത്തിയതാണ്. കാരണം DNA തെളിവുകൾ റിബട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, മരിച്ച ഉസ്താദിൻ്റെ ബ്ലഡാണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ആ ബ്ലഡിന് പോലും ഒരു വില കൽപ്പിച്ചില്ല എന്നുള്ള നിലക്കുള്ള ഒരു വിധിയാണ് വന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി വിധി പഠിച്ചിട്ട് പറയാം. അതൊക്കെ ദൗർഭാഗ്യമെന്നാണ് പറയണം. കാരണം എന്താ വെച്ചാൽ പല ജഡ്ജിമാരും വന്നു, 8ാമത്തെ ജഡ്ജാണ്, പല ജഡ്ജിമാരും വന്നു, മാറിപ്പോയി. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു. ഇതെല്ലാവർക്കും എന്നാലും ഒരു സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്കൊക്കെ അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം അവർ എത്ര കേസ് അന്വേഷിച്ചാലും ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയമാണ്. എത്ര നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിവുകൾ കോടതി നിരത്തിയാലും കോടതി അത് ഏത് ഗ്രൗണ്ടിലാണെന്ന് എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഏത് ഗ്രൗണ്ടിലാണെന്ന്. കാരണം അതായത് കേസുകൾ വിടുന്നതോ ശിക്ഷിക്കുന്നതോ അത് പ്രശ്നമല്ല. കേസുകൾ വിടേണ്ട കേസ് വിടണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെങ്കിലും ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ഒരു വിടേണ്ട കേസല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 3 വരെ പ്രതികളെയും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ്.